ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം തന്നെ വധിക്കുവാനുള്ള ഒരു കുഞ്ഞിനു വേണ്ടി തൻ്റെ ഇളയമ്മയായ ദിതി ഒരു വ്രതം അനുഷ്ഠിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞ ഇന്ദ്രൻ ആ വ്രതം മുടക്കുകയല്ലാതെ വേറെ വഴിയില്ല എന്ന് മനസ്സിലാക്കി പതുക്കെ ദിതിയുടെ ഒരു ശുശ്രൂഷകനായി പരിചാരകനായി അടുത്തുകൂടുകയാണ്. അതാണ് 56-ാമത്തെ ശ്ലോകം. മാതൃശസുഹു അഭിപ്രായം ഇന്ദ്രഃ ആജ്ഞായ മാനദ ശുശ്രൂഷണേന ആശ്രമസ്ഥാം ദിതിം പര്യചരത് കവിഹി. ഹേ മാനദ, അല്ലയോ രാജാവേ, കവിഹി ഇന്ദ്രഃ, ക്രാന്തദർശിയായ ഇന്ദ്രൻ, മാതൃശ്വസുഹു തൻ്റെ ഇളയമ്മയുടെ ചിറ്റമ്മയുടെ അഭിപ്രായം ആശയഗതിയെ ആജ്ഞായ അത് ധരിച്ചു, അതായത് അതിനെക്കുറിച്ച് മനസ്സിലാക്കി, തന്നെ വധിക്കാനായിട്ടൊരു മകനെ കിട്ടാനാണ് ഈ തപസ് എന്ന് മനസ്സിലാക്കിയിട്ട് ആശ്രമസ്ഥാം ദിതിം, ആശ്രമത്തിൽ സ്ഥിതി ചെയ്യുന്ന ദിതിയെ ശുശ്രൂഷണേന ശുശ്രൂഷിക്കുക എന്ന രീതിയിൽ പര്യചരത്, അങ്ങനെ പരിചരിച്ചു വന്നു. ഈ സമയത്ത് എന്തുകൊണ്ടോ ദിതിയും വേണ്ട എന്ന് പറഞ്ഞില്ല. ഇന്ദ്രൻ വളരെ നയത്തിലൊക്കെ വന്ന് കാര്യം അവതരിപ്പിക്കുകയാണ് ചെയ്തത്. ഈ സമയത്ത് അങ്ങേക്ക് ഒരു സഹായം ആവശ്യമുണ്ട് എന്ന രീതിയിൽ ഇന്ദ്രൻ വരികയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ദിതി ഇന്ദ്രനെ വിശ്വസിച്ചു എന്ന് പറയുന്നില്ല. അതിനുള്ള ഏതെങ്കിലും ഉപായം പറഞ്ഞിട്ടുണ്ടാകാം, അതിനെക്കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നില്ല. എന്തായാലും ഇന്ദ്രൻ എന്തൊക്കെയാണ് ചെയ്തത് എന്ന് പറയുന്നു. 57-ാമത്തെ ശ്ലോകം. നിത്യം വനാത് സുമനസഃ ഫലമൂല സമിത്കുശാൻ പത്രാങ്കുര മൃതഃ അപഹച കാലേ കാലേ ഉപാഹരത്. നിത്യം ദിവസം തോറും വനാത് കാട്ടിൽ നിന്ന് സുമനസഃ പൂക്കളും ഫലമൂല സമിത്കുശാൻ കനികളും കിഴങ്ങുകളും ചമതകളും ദർഭകളും പത്രാങ്കുര മൃതഹാച്ച ഇലകളും തളിരുകളും മണ്ണും അപഹ വെള്ളവുമൊക്കെ പൂജാതി കാര്യങ്ങൾക്കൊക്കെയാണ് ഇത് കാലേ കാലേ ഉപാഹരത്, അതാത് സമയത്ത് എത്തിച്ചു കൊടുത്തു. അപ്പോൾ ഇത്രയും കൃത്യമായിട്ടൊരു പരിചാരകനെ പോലെ കൂടെ നിൽക്കുന്നത് കൊണ്ട് ദിതിയും അത് സമ്മതിച്ചതാവാം. 58-ാമത്തെ ശ്ലോകം. ഏവം തസ്യാഹ വ്രതസ്ഥായാഹ വ്രതച്ഛിദ്രം ഹരിഹി നൃപ പ്രേപ്സുഹു പര്യചരത് ജിഹ്മോ മൃഗഃ ഇവ മൃഗാകൃതിഹി. ഹേ നൃപ, രാജാവേ, ജിഹ്മഹ കുടിലതന്ത്രജ്ഞനായ ഹരിഹി ആ ഇന്ദ്രൻ വ്രതസ്ഥായാഹ വ്രതത്തിലിരിക്കുന്ന തസ്യാഹ ആ ദിതിയുടെ വ്രതച്ഛിദ്രം വ്രതത്തിന് ഭംഗം സംഭവിക്കുവാനുള്ള പ്രേപ്സുഹു അതിനൊരു തക്കം പാർത്തുകൊണ്ട് ഏതുപോലെ പരിചരിച്ചു എന്ന് പറയുന്നു. മൃഗാകൃതിഹി ഒരു മാനിന്റെ വേഷം ധരിച്ച് മാനുകളുടെ ഇടയിൽ കടന്നുകൂടിയ മൃഗഃ ഇവ വേടനെ പോലെ ഏവം പര്യചരത് ഇങ്ങനെ പരിചരിച്ചു വന്നു. നല്ല ഒരു ദിവസം നോക്കി ഈ വ്രതം മുടക്കാൻ എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്തി ചെയ്യണം എന്ന് തക്കം പാർത്തുകൊണ്ട് ഇന്ദ്രൻ ഈ രീതിയിൽ പരിചരിച്ചു വന്നു. എന്നാൽ ദിതി മനസാന്നിധ്യത്തോടെ അത്രയും നിഷ്ഠയോടെയാണ് ആ വ്രതം അനുഷ്ഠിച്ചത് എന്ന് പറയുന്നു. 59-ാമത്തെ ശ്ലോകം. ന അധ്യഗച്ഛത് വ്രതച്ഛിദ്രം തത് പരോധ മഹീപതേ ചിന്താം തീവ്രാം ഗതഃ ശക്രഃ കേനമേ സ്യാത് ശിവം തു ഇഹ. ഹേ മഹീപതേ, അല്ലയോ രാജാവേ,
അഥ അതിൽ പിന്നെ ശക്രഹ ഇന്ദ്രൻ തത്പരഹ ഇതിൽ തന്നെ, അതായത് വ്രതഭംഗം വരുത്തണം എന്ന ചിന്തയിൽ തന്നെ ശ്രദ്ധാലുവായെങ്കിലും വ്രതഛിദ്രം വ്രതഭംഗത്തെ ന അധ്യഗച്ഛത് കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെ ചിന്തിക്കുകയാണ്. ഇഹതു ഇവിടെ കേന ശിവം ഏത് വഴിക്ക് എനിക്ക് നല്ല രീതിയിൽ എൻ്റെ കാര്യം മേ സ്യാത് എനിക്കുണ്ടാകും, എങ്ങനെയാണ് ഇതിനൊരു ഭംഗം വരുത്തേണ്ടത് എന്ന തീവ്രാം ചിന്താം ഗതഃ എന്ന കടുത്ത ചിന്തയിലേക്ക് ചെന്നകപ്പെട്ടു ഇന്ദ്രൻ. എത്രയായിട്ടും വ്രതഭംഗത്തിന് ഒരു പഴുതും കിട്ടിയില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഒരു ദിവസം ഇന്ദ്രന് ഒരവസരം ലഭിക്കുക തന്നെ ചെയ്തു. അതാണ് 60-ാമത്തെ ശ്ലോകം. ഏകദാ സാതു സന്ധ്യായാം ഉച്ഛിഷ്ടാവ്രത കർഷിത അസ്പൃഷ്ടവാര്യ ധൗതാംഘ്രിഹി സുഷ്വാപ വിധിമോഹിത. ഒരുപാട് കാലമായിട്ടിങ്ങനെ വ്രതം അനുഷ്ഠിച്ച് അതിനാൽ കർഷിത തളർന്നിരുന്ന സാതു ദിതിയാകട്ടെ ഏകദ ഒരു ദിവസം അശ്രദ്ധയൊക്കെ പോയി അങ്ങനെ ഉച്ഛിഷ്ട അശുചിയായിട്ട് അസ്പൃഷ്ടവാര്യ ധൗതാംഘ്രിഹി ജലസ്പർശം ചെയ്യാതെയും കാൽ കഴുകാതെയും ഇതിനെല്ലാം കാരണമായി പറയുന്നു വിധിമോഹിത. അതായിരുന്നു വിധി, ഇങ്ങനെയൊക്കെ സംഭവിക്കണം എന്ന ആ വിധിമോഹിത സന്ധ്യായാം സന്ധ്യാസമയത്ത് സുഷ്വാപ ഉറങ്ങിപ്പോയി. ഈ തക്കം നോക്കി യോഗവിദ്യയിൽ അഗ്രഗണ്യനായ ഇന്ദ്രൻ ദിതിയുടെ ഗർഭത്തിലേക്ക് പ്രവേശിച്ചു എന്ന് പറയുന്നു. 61-ാമത്തെ ശ്ലോകം. ലബ്ധ്വാ തദന്തരം ശക്രഃ നിദ്രാപഹൃത ചേതസഃ ദിതേഹേ പ്രവിഷ്ട ഉദരം യോഗേശോ യോഗമായയാ. തദന്തരം ആ സന്ദർഭം, തക്ക സന്ദർഭം ലബ്ധ്വാ കിട്ടിയിട്ട് യോഗേശഃ ശക്രഃ യോഗവിദ്യാ നിപുണനായ ആ ദേവേന്ദ്രൻ യോഗമായയാ യോഗമായാബലത്താൽ നിദ്രാപഹൃത ചേതസഃ ഉറക്കത്താൽ സ്വബോധം നഷ്ടപ്പെട്ടിരുന്ന ദിതേഹേ ഉദരം ആ ദിതിയുടെ വയറ്റിലേക്ക് ഗർഭപാത്രത്തിലേക്ക് പ്രവിഷ്ടഃ കടന്നുകൂടി. തന്നെ വധിക്കാനായിട്ട് പിറവി കൊള്ളുന്ന ആ ഗർഭപാത്രത്തിലിരിക്കുന്ന ശിശു ഇത്രയും വ്രതം അനുഷ്ഠിച്ചതുകൊണ്ട് സ്വർണം പോലെ തിളങ്ങുകയായിരുന്നു അത്രേ. അതിനെ ഇന്ദ്രൻ വെട്ടിമുറിച്ചു എന്നാണ് പറയുന്നത്. 62-ാമത്തെ ശ്ലോകം. ചകർത്ത സപ്തധാ ഗർഭം വജ്രേണ കനകപ്രഭം ഋതന്തം സപ്തധാ ഏകൈകം മാ രോദി ഇതി താൻ പുനഃ. കനകപ്രഭം, അവിടെ ഗർഭപാത്രത്തിൽ പ്രവേശിച്ച ഇന്ദ്രൻ കാണുന്നത് സ്വർണം പോലെ തിളക്കമുള്ള ഗർഭം. ആ ഗർഭം ഇങ്ങനെ വികസിച്ചു വരുന്നതാണ്. അതിനെ തൻ്റെ വജ്രം കൊണ്ട് ആദ്യം സപ്തധാ ചകർത്ത 7 മുറിച്ചു. അപ്പോഴും ഇവരുടെയൊന്നും ജീവൻ പോകുന്നില്ല. മാത്രമല്ല രുദന്തം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കുഞ്ഞുങ്ങൾ. അങ്ങനെ അതിനെയൊക്കെ വീണ്ടും ഏകൈകം ഓരോന്നിനെയും 7 വിഭജിച്ചതിനെ വീണ്ടും ഓരോന്നിനെയും മാ രോദീഹി കരയല്ലേ കരയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇതി പുനഃ വീണ്ടും താൻ അവയെ സപ്തധ 7 മുറിച്ചു. അങ്ങനെ 49 കഷണങ്ങളാക്കി തീർത്തു. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ നശിപ്പിക്കപ്പെടാതിരിക്കാൻ കാരണം ഈ വ്രതശക്തി കൊണ്ടാണെന്ന് പറയുന്നു. അതുകൊണ്ട് ഇങ്ങനെ 49 കഷണങ്ങളാക്കിയിട്ടും ഓരോ കുഞ്ഞുങ്ങളും 49 പേരായി മാറി. എങ്ങനെയാണോ കൗരവർ ആയിത്തീർന്നത് അതേപോലെ. അങ്ങനെ ഈ കുഞ്ഞുങ്ങൾ ഇന്ദ്രനോട് സംസാരിക്കുകയാണ്. 63-ാമത്തെ ശ്ലോകം. തേ തം ഊചുഹു പാട്യമാനാഹ സർവേ പ്രാഞ്ജലയോ നൃപ നോ ജിഘാംസസി കിം ഇന്ദ്ര ഭ്രാതരോ മരുതഃ തവ. നൃപ, അല്ലയോ പരീക്ഷിത്തെ, ഇങ്ങനെ പാട്യമാനാഹ മുറിക്കപ്പെട്ടുകൊണ്ടിരിക്കെ തേ സർവേ ആ കുഞ്ഞുങ്ങളെല്ലാവരും പ്രാഞ്ജലയ കൈകൂപ്പിക്കൊണ്ട് തം ഊചുഹോ ആ ഇന്ദ്രനോട് ഇപ്രകാരം പറഞ്ഞു. ഹേ ഇന്ദ്ര, തവ ഭ്രാതരഹ അങ്ങയുടെ സഹോദരന്മാരല്ലേ ഞങ്ങളിപ്പോൾ. കാരണം ഇപ്പോൾ അങ്ങും
ഇതേ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊക്കെ സഹോദരന്മാരാണ്. ഞങ്ങൾ മരുതഹ, മരുത്തുക്കളാണ്. മാരോതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവർക്ക് ആ പേര് വന്നത് എന്ന് പറയുന്നു. മരുത്തുക്കളുമായ നഹ, ഞങ്ങളെ കിം ജിഘാംസസി, എന്തിനാണ് അങ്ങ് കൊല്ലാൻ തുടങ്ങുന്നത്? ഞങ്ങൾ എന്ത് തെറ്റാണ് അങ്ങയോട് ചെയ്തത്? ഇപ്പോൾ അങ്ങയുടെ സഹോദര സ്ഥാനത്താണ് ഞങ്ങളുള്ളത്, അതുകൊണ്ട് ഞങ്ങളെ കൊല്ലരുത്. 64-ാമത്തെ ശ്ലോകം. മാ ഭൈഷ്ട ഭ്രാതരോ മഹ്യം യൂയം ഇതി ആഹ കൗശികഃ അനന്യഭാവാൻ പാർഷദാനാം ആത്മനോ മരുതാം ഗണാൻ. മാ ഭൈഷ്ട, പേടിക്കരുത്, യൂയം, നിങ്ങൾ, മഹ്യം ഭ്രാതരഹ, എനിക്ക് സഹോദരന്മാരാണ്, ഇതി, ഇങ്ങനെ, അനന്യഭാവാൻ, ഈ മരുത്തുക്കൾക്ക് ഇന്ദ്രനോട് ഒരു അന്യഭാവമില്ല, അങ്ങനെ അന്യവിചാരമില്ലാത്തവരും, ആത്മനഹ, തൻ്റെ പാർഷദാൻ, അനുചരന്മാരായിട്ട് ഇരിക്കാൻ തയ്യാറാണ് എന്ന് തോന്നിപ്പിച്ച മരുതാം ഗണാൻ, ആ മരുദേവന്മാരുടെ ഗണങ്ങളോട്, കൗശികഃ, ദേവേന്ദ്രൻ ഇപ്രകാരം ഇപ്രകാരം പറഞ്ഞു. ഈ കുഞ്ഞുങ്ങൾ ആരും മരിച്ചു പോകാതിരിക്കാൻ കാരണം ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്. എന്നിട്ട് പരീക്ഷത്തിനോട് പറയുകയാണ്, അങ്ങ് എങ്ങനെയാണോ ആ ഭഗവാന്റെ കാരുണ്യത്താൽ അശ്വത്ഥാമാവിന്റെ അസ്ത്രത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അതാണ് 65-ാമത്തെ ശ്ലോകം. ന മമാര ദിതേഹ ഗർഭഃ ശ്രീനിവാസ അനുകമ്പയ ബഹുധാ കുലിശക്ഷുണ്ണോ ദ്രൗണ്യാസ്ത്രേണ യഥാ ഭവാൻ. ദിതേഹ ഗർഭഃ, ദിതിയുടെ ആ ഗർഭസ്ഥിതമായ ഭ്രൂണത്തെ, ബഹുധാ, ബഹുപ്രകാരം, ഇങ്ങനെ 49 കുലിശക്ഷുണ്ണോ, വജ്രായുധത്താൽ മുറിച്ചിട്ടും കൂടി, ശ്രീനിവാസ അനുകമ്പയ, ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ട്, ഇനി പരീക്ഷത്തിനോട് പറയുകയാണ്, ഭവാൻ, അങ്ങ് എങ്ങനെയാണോ ദ്രൗണ്യസ്ത്രേണ, അശ്വത്ഥാമാവിന്റെ അസ്ത്രത്താൽ, ന മമാര, മരിച്ചു പോവാതിരുന്നത്, യഥാ, അതുപോലെ ഈ കുഞ്ഞുങ്ങളും ഭഗവാന്റെ അനുഗ്രഹത്താൽ, കാരണം ഭഗവാനെ സ്മരിച്ചുകൊണ്ടാണ് ഈ വ്രതമെടുക്കാൻ പറഞ്ഞത്, ആ വ്രതമെടുത്തത് കൊണ്ട് അവരൊക്കെ അമരന്മാരായി. ഇതിൽ അത്ഭുതപ്പെടാനില്ല എന്ന് പറയുന്നു. കാരണം ഭഗവാനെ ഒരു ദിവസമെങ്കിലും ആരാധിച്ചാൽ ആ ആൾക്ക് അത്രയും പുണ്യം ലഭിക്കും. അപ്പോൾ പിന്നെ ദിതി ഏകദേശം 1 വർഷം ആകാറായിരുന്നു. ആ വ്രതം കൊണ്ടുള്ള ശക്തി അത് എത്രമാത്രമായിരിക്കും എന്നതിൻ്റെ ഉദാഹരണമാണ് ഇത്. 66-ാമത്തെ ശ്ലോകം. സകൃത് ഇഷ്ട്വാ ആദിപുരുഷം പുരുഷഃ യാതി സാമ്യതാം സംവത്സരം കിഞ്ചിത് ഊനം ദിത്യാ യത് ഹരിഹി അർച്ചിതഃ. സകൃത്, ഒരു തവണയെങ്കിലും, ആദിപുരുഷം ഇഷ്ട്വാ, ശ്രീഹരിയെ ആരാധിച്ചു എന്നാൽ, പുരുഷഃ, മനുഷ്യൻ, സാമ്യതാം യാതി, ആ തത് സ്വരൂപത്തെ, ഭഗവാന്റെ സാരൂപ്യത്തെ തന്നെ പ്രാപിക്കുന്നു. യത്, ഏതെന്നാൽ, കിഞ്ചിതൂനം, ഏതാണ്ടൊരു സംവത്സരം, വർഷത്തോളമായിട്ട്, ദിതിയാൽ ഹരിഹി അർച്ചിതഃ, ഭഗവാൻ ശ്രീഹരി ആരാധിക്കപ്പെട്ടുവല്ലോ. അപ്പോൾ ആ വ്രതശക്തി കൊണ്ട് എങ്ങനെയാണ് ഇവർക്ക് മരണം സംഭവിക്കുക? 67-ാമത്തെ ശ്ലോകം. സജൂഹു ഇന്ദ്രേണ 50 ദേവാഹ തേ മരുതഃ അഭവൻ വ്യപോഹ്യ മാതൃദോഷം തേ ഹരിണ സോമപാഹ കൃതാഹ. മരുതഃ, മരുത്തുക്കൾ എന്നറിയപ്പെട്ടു വന്ന, തേ ദേവാഹ, ആ ദേവന്മാർ, ഇന്ദ്രേണ സജൂഹു, ഇന്ദ്രനോട് ചേർന്ന്, ഇന്ദ്രൻ ഉൾപ്പെടെ അവർ 50 പേരായി, 49 മരുത്തുക്കളും ഇന്ദ്രനും, അങ്ങനെ അവർ ഒരു സേന പോലെ അഭവൻ, ഭവിച്ചു. ഹരിണ, ഭഗവാൻ ശ്രീഹരിയുടെ അനുഗ്രഹത്താൽ, മാതൃദോഷം വ്യപോഹ്യ, മാതാവിന്റെ ദോഷത്തെ, മനസ്സിന്റെ കാലുഷ്യത്തെ അകറ്റി, തേ, അവരെല്ലാം, സോമപാഹ കൃതാഹ, സോമപാനത്തിന് അർഹതയുള്ളവരാക്കപ്പെട്ടു, അവർക്ക് ആ ദേവസ്ഥാനം തന്നെ ലഭിച്ചു എന്ന് അർത്ഥം. ഇതായിരുന്നു
പരീക്ഷിത്ത് ചോദിച്ചത് എങ്ങനെ ദിതിക്ക് ജനിച്ച കുഞ്ഞുങ്ങൾ ദേവന്മാരായി തീർന്നു എന്ന്. ഈ സംഭവമെല്ലാം കഴിഞ്ഞാണ് ബോധം കെട്ടുന്നത് പോലെ ഉറങ്ങിയ ദിതി എഴുന്നേൽക്കുന്നത്. 68-ാമത്തെ ശ്ലോകം. ദിതിഹി ഉത്ഥായ ദദൃശേ കുമാരാൻ അനലപ്രഭാൻ ഇന്ദ്രേണ സഹിതാൻ ദേവി പര്യതുഷ്യത് അനിന്ദിത. ദിതിഹി ദേവി, ഇവിടെ ദേവി എന്ന് പറയുകയാണ്. കാരണം ഇത്രയും കാലത്തെ വ്രതാചരണത്തിലൂടെ ആ ദിതിക്ക് മനഃശുദ്ധീകരണം സംഭവിച്ചു എന്നാണ്. അങ്ങനെ ദിതി ഉത്ഥായ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇന്ദ്രേണ സഹിതാൻ, ഇന്ദ്രനോട് ചേർന്നിരിക്കുന്നവരും അനലപ്രഭാൻ, അഗ്നി പോലെ ജ്വലിക്കുന്നവരുമായ ആ 49 കുമാരന്മാരെ ദദൃശേ കണ്ടു. അനിന്ദിത, അപ്പോഴേക്കും ഇന്ദ്രനോടുപോലുമുള്ള ആ വിദ്വേഷം ദിതിക്കില്ലാതായി. അങ്ങനെ ഇന്ദ്രനെ നിന്ദിക്കാതെ പര്യതുഷ്യത്, ഏറ്റവും അധികം സന്തോഷിക്കുകയാണ് ദിതിക്ക്. ആ ഒരു സന്തോഷമാണ് ദിതിക്ക് ഉണ്ടായത്. 69-ാമത്തെ ശ്ലോകം. അധ ഇന്ദ്രം ആഹ താത അഹം ആദിത്യാനാം ഭയാവഹം അപത്യം ഇച്ഛന്തി അചരം വ്രതം ഏതത് സുദുഷ്കരം. അധ അനന്തരം ഇന്ദ്രം ആഹ, ഇന്ദ്രനോട് ഇപ്രകാരം പറഞ്ഞു. താതാ, കുഞ്ഞേ എന്ന് വാത്സല്യത്തോട് വിളിക്കുകയാണ്. മകനെ, അഹം, ഈ ഞാൻ, ആദിത്യാനാം, അതിഥിയുടെ പുത്രന്മാരായ നിങ്ങൾക്ക്, ഭയാവഹം, ഭയം ജനിപ്പിക്കുന്ന അപത്യം, സന്താനത്തെ ഇച്ഛന്തി, ആഗ്രഹിച്ചുകൊണ്ട്, സുദുഷ്കരം, ആയാസമേറിയ, ഏതത് വ്രതം, ഈ വ്രതത്തെ, അചരം, ആചരിച്ചതായിരുന്നു. അപ്പോൾ ഇവിടെ ദിതിയുടെ മനംമാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതാണ് ശരിക്കും വ്രതം കൊണ്ട് ഉദ്ദേശിക്കുന്നതും. അങ്ങനെയുള്ള കഠിനമായ വ്രതം എടുക്കുന്നതിലൂടെ മനഃശുദ്ധി സംഭവിക്കുന്നു. മനഃശുദ്ധിക്ക് പല കാരണങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ വ്രതാചരണം. അതല്ലാതെയും നമുക്ക് മനഃശുദ്ധി വരുത്താം. അതായത് പുരാണ പാരായണങ്ങൾ ചെയ്ത് അതിലെ പാഠങ്ങൾ ഉൾക്കൊണ്ട് മനനം ചെയ്ത് അത് ജീവിതത്തിൽ പകർത്തുമ്പോഴും നമുക്ക് മനഃശുദ്ധി ഉണ്ടാകും. ഇങ്ങനെ പല വിധത്തിലുള്ള വഴികളാണ് നമ്മുടെ ഋഷിമാർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു വഴി ആചരിച്ചാൽ മതിയാകും. അപ്പോൾ ഈ വ്രതം ആചരിച്ചത് താൻ എന്തിനായിരുന്നു, എന്തിനാണ് താൻ ഈ വ്രതം ആചരിച്ചത് എന്ന് ദിതി തുറന്നു പറയുകയാണ്. എന്നാൽ ദിതിക്ക് അത്ഭുതം തോന്നിയത്, ഒരു മകനെയാണ് ഞാൻ ആഗ്രഹിച്ചത്, ഇപ്പോഴിതാ 49 പേർ വന്നിരിക്കുന്നു, ഇതെങ്ങനെ സംഭവിച്ചു? അതാണ് 70-ാമത്തെ ശ്ലോകം. ഏകഃ സങ്കൽപ്പിതഃ പുത്രഃ സപ്ത സപ്താഭവൻ കഥം യദി തേ വിദിതം പുത്ര സത്യം കഥയ മാം മൃഷാ. സങ്കൽപ്പിതഃ പുത്രഃ ഏകഃ, ഞാൻ മനസ്സുകൊണ്ട് സങ്കൽപ്പിച്ച പുത്രൻ ഒന്നു മാത്രമാണ്. പക്ഷെ ഇപ്പോഴിതാ സപ്ത സപ്ത, 7 ഗുണിതം 7, 49 പേർ. കഥം അഭവൻ, ഇതെങ്ങനെ ഉണ്ടായി? ഹേ പുത്ര, മകനെ, തേ വിദിതം യതി, നിനക്ക് ഇതിന്റെ രഹസ്യമറിയാമെങ്കിൽ സത്യം കഥയ, എന്നോട് നേര് പറയൂ. മാ മൃഷ, കളവ് പറയരുത്. നിനക്കറിയാമോ ഇതെങ്ങനെ സംഭവിച്ചു എന്ന്? എങ്കിൽ പറയൂ. ഇവിടെ ദിതിയുടെ സത്യസന്ധത കണ്ടിട്ട്, അല്ലെങ്കിൽ ആ മനംമാറ്റം കണ്ടിട്ട് ഇന്ദ്രനും ഉള്ള സത്യം പറയുകയാണ്. ഇന്ദ്ര ഉവാച, 71-ാമത്തെ ശ്ലോകം. അംബ തേ അഹം വ്യവസിതം ഉപധാര്യ ആഗതഃ അന്തികം ലബ്ധ അന്തരഃ അച്ഛിദം ഗർഭം അർത്ഥബുദ്ധിഹീന ധർമ്മവിത്. ഹേ അംബ, അമ്മേ, അഹം, ഞാൻ, തേ വ്യവസിതം, അങ്ങയുടെ മനസ്സങ്കല്പത്തെ, അതായത് എന്നെ വധിക്കാൻ ഒരു മകനെ ആഗ്രഹിച്ചുകൊണ്ട് ഒരു വ്രതമെടുക്കുന്നു എന്ന് ഉപധാര്യ, അറിഞ്ഞിട്ട്, ദേവിയുടെ അന്തികം, അടുത്തേക്ക്, ആഗതഃ, വന്നതായിരുന്നു. ലബ്ധ അന്തരഃ, ഇടക്ക് ഒരു അവസരം കിട്ടിയപ്പോൾ, ഞാൻ ഗർഭം അച്ഛിതം,
ദേവിയുടെ ഗർഭത്തെ ഞാനാണ് ഇങ്ങനെ മുറിച്ചത്, ഛേദിച്ചത്. അപ്പോൾ സ്വയം പറയുകയാണ്, അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ അത് ധർമ്മമാണോ അധർമ്മമാണോ എന്ന് ആ ചെയ്യുന്നവർ നോക്കാറില്ലല്ലോ. അതാണ് അർത്ഥബുദ്ധി ന ധർമ്മവിത്. ഒരു കാര്യം എനിക്കിന്നത് സാധിക്കണം എന്ന രീതിയിൽ അർത്ഥത്തിൽ മനസ്സ് വയ്ക്കുന്നവൻ നധർമ്മവിത്, ധർമ്മം അറിയുന്നവൻ ആവുകയില്ല. 72-ാമത്തെ ശ്ലോകം. കൃത്തോ മേ സപ്തധാ ഗർഭ ആസൻ സപ്തകുമാരകാഃ തേ അപി ച ഏകൈകശഃ വൃക്നാഃ സപ്തധാ ന അപി മമ്രിരേ. മേ എന്നാൽ സപ്തധ ആ ഗർഭം 7 ഖണ്ഡമാക്കി കൃത്തഃ അത് ഛേദിക്കപ്പെട്ടു. അങ്ങനെ സപ്തകുമാരകാഃ ആസൻ 7 കുമാരന്മാർ ഉണ്ടായി. അവരെ 7 പേരെയും വീണ്ടും തേ അപിച്ച അവരെയും കൂടെ ഏകൈകശഃ ഓരോരുത്തരെയും സപ്തധാ വൃക്നാഃ 7 മുറിക്കപ്പെട്ടു. പക്ഷേ ന മമ്രിരേ അപി അവരാരും പക്ഷെ മരിക്കുകയുണ്ടായില്ല. 73-ാമത്തെ ശ്ലോകം. തതഃ തത് പരമാശ്ചര്യം വീക്ഷ്യ അധ്യവസിതം മയാ മഹാപുരുഷ പൂജായാഃ സിദ്ധിഃ കാപി അനുഷങ്കിനി. തതഃ അതിനാൽ, തത്പരം ആ പരമമായ ആശ്ചര്യം വീക്ഷ്യ ആശ്ചര്യത്തെ കണ്ടിട്ട്, മയാ അധ്യവസിതം എന്നാൽ ഈ ഒരു കാര്യം നിർണയിക്കപ്പെട്ടു. എന്താണെന്ന് വെച്ചാൽ മഹാപുരുഷ പൂജായാഹ മഹാപുരുഷനായ ഭഗവാൻ ശ്രീഹരിയെ ആരാധിച്ചതിൻ്റെ അനുഷങ്കിനി അതിൻ്റെ അനന്തരഫലമായ കാപി സിദ്ധിഹി ഏതോ ഒരു സിദ്ധിയാലാണ് ഇതിങ്ങനെ സംഭവിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 74-ാമത്തെ ശ്ലോകം. ദേവി ഒരു കാര്യം ആഗ്രഹിച്ചാണ് ഇങ്ങനെയൊരു വ്രതമെടുത്തത്. അതേസമയം അങ്ങനെ ഒന്നും ആഗ്രഹിക്കാതെ ഇതുപോലെ ഭഗവാനെ ആരാധിച്ചാൽ ഒരു പക്ഷേ മോക്ഷത്തിനേക്കാളും അപ്പുറത്ത് അവരുടെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ നടത്തിത്തരുന്നതാണ്. 74-ാമത്തെ ശ്ലോകം. ആരാധനം ഭഗവത ഈഹമാനാനിരാശിഷഃ യേതു ന ഇച്ഛന്തി അപി പരം തേ സ്വാർത്ഥകുശലാഃ സ്മൃതാഃ. യേതു ഇനി യാതൊരുവർ നിരാശിഷഃ ഒന്നും ആഗ്രഹിക്കാതെ ഭഗവാനെ ആരാധിക്കുന്നത് ആസ്വദിക്കാൻ സാധിക്കുന്ന ഭഗവതഃ ആരാധനം ഈഹമാനാഹ അതങ്ങനെ അനുഷ്ഠിച്ചുകൊണ്ടേയിരിക്കുന്നവന് പരം അപി ഇനി അങ്ങനെ അനുഷ്ഠിച്ചിട്ട് എനിക്ക് മോക്ഷം കിട്ടും എന്നുപോലും ന ഇച്ഛന്തി ആഗ്രഹിക്കാതിരിക്കുന്നുവോ തേ അവർ സ്വാർത്ഥകുശലാഹ അവനവന് ഈ ലോകത്തിൽ വേണ്ടുന്ന എല്ലാം നേടിയെടുക്കുന്നതിൽ നിപുണന്മാരായിട്ട് സ്മൃതാഹ കരുതപ്പെട്ടവരാണ്. പിന്നീട് അവരുടെ യോഗക്ഷേമം ഭഗവാൻ ഏറ്റെടുക്കുന്നു. അവർക്ക് പിന്നെ ഒന്നിനെ കുറിച്ചും ആശങ്കപ്പെടേണ്ടതില്ല. ബുദ്ധിയുള്ളവരാണെങ്കിൽ ആരും തന്നെ ഭഗവാനോട് ഈ ലോകത്തിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കണമെന്ന് പറയുകയില്ല. അതാണ് 75-ാമത്തെ ശ്ലോകം. ആരാധ്യ ആത്മപ്രദം ദേവം സ്വാത്മാനം ജഗദീശ്വരം കോ വൃണീതേ ഗുണസ്പർശം ബുധഃ സ്യാത് നരകേ അപി യത്. ഭഗവാൻ പ്രസാദിച്ചാൽ ആത്മപ്രദം തന്നെ തരും എന്നാണ്. അതായത് തന്നിലേക്ക് ചേർക്കും ഭഗവാൻ. ഇങ്ങനെ സ്വാത്മാനം എല്ലാവരുടെ ഉള്ളിലും ആത്മസ്വരൂപമായി വർത്തിക്കുന്നവനും ജഗദീശ്വരം ദേവം ആ ജഗത്തിന് മുഴുവൻ നിയന്താവുമായ ആ ഭഗവാനോട് ബുധഃ അറിവുള്ള കഹ ഏതൊരാളാണ് ഗുണസ്പർശം ത്രിഗുണാത്മികമായിട്ടുള്ള വിഷയസുഖത്തെ വൃണീതേ വരിക്കുക. ഈ വിഷയസുഖം എന്നത് യത് നരകേ അഭിസ്യാത് നരകത്തിൽ പോലും ലഭ്യമാണ്. ഇങ്ങനെയുള്ള വിഷയസുഖത്തെ അറിവുള്ള ആരെങ്കിലും ഭഗവാനോട് യാചിക്കുമോ?
ഇവിടെ ഭഗവാന്റെ അനുഗ്രഹത്താലാണ് ആ കുഞ്ഞുങ്ങൾ ജീവിച്ചത്. എങ്കിലും താൻ ചെയ്ത വലിയ അപരാധത്തിന് മാപ്പ് ചോദിക്കുകയാണ് ഇന്ദ്രൻ. 76-ാമത്തെ ശ്ലോകം. തദിദം മമ ദൗർജന്യം ബാലിശസ്യ മഹീയസി ക്ഷന്തും അർഹസി മാതഃ ത്വം ദിഷ്ട്യാ ഗർഭഃ മൃതോത്ഥിതഃ. ഹേ മാതഃ, അമ്മേ, ത്വം ദേവി, ബാലിശസ്യ മൂഢനായ മമ എൻ്റെ, മഹീയസി വലിയ ആളുകളുടെ അടുക്കൽ കാണിച്ച, അതായത് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയുടെ അടുത്ത് കാണിച്ച തത് ഇതം ഇത്തരത്തിലുള്ള ഈ ദൗർജന്യം, ദുഷ്ടതയെ ക്ഷന്തും അർഹസി, ദേവി പൊറുത്തരുളേണമേ. ദിഷ്ട്യ, എന്തായാലും ഭാഗ്യവശാൽ, ഗർഭഃ മൃതോത്ഥിതഃ, ഗർഭം പാഴായി പോയില്ലല്ലോ, അവരെല്ലാവരും ജീവിച്ചിരിക്കുന്നുവല്ലോ, അത് തന്നെ മഹാഭാഗ്യം. എങ്കിലും ഞാൻ ചെയ്തത് വലിയ ഒരു അനർത്ഥമാണ്, അതിനെന്നോട് ക്ഷമിക്കണം. ഇങ്ങനെ ഇന്ദ്രൻ താൻ ചെയ്ത അപരാധം തുറന്നു പറഞ്ഞിട്ടും അത്രയും ശുദ്ധമനസ്കയായി തീർന്നതുകൊണ്ട് ദിതി അതൊക്കെ ക്ഷമിക്കുകയാണ് ചെയ്തത്. ശ്രീശുക ഉവാച. 77-ാമത്തെ ശ്ലോകം. ഇന്ദ്രഃ തയാ അഭ്യനുജ്ഞാതഃ ശുദ്ധഭാവേന തുഷ്ടയാ മരുദ്ഭിഃ സഹ താം നത്വാ ജഗാമ ത്രിദിവം പ്രഭുഃ. ഇങ്ങനെ ശുദ്ധഭാവേന, ഇന്ദ്രൻ സത്യം സത്യമായിട്ട് പറഞ്ഞതിനാൽ ആ ശുദ്ധ മനസ്സ് കണ്ടിട്ട്, തുഷ്ടയാ സന്തുഷ്ടയായ, തയാ ദിതിയാൽ, അഭ്യനുജ്ഞാതഃ യാത്രാനുവാദം നൽകപ്പെട്ട, പ്രഭുഃ ദേവാധിപനായ ഇന്ദ്രഃ ഇന്ദ്രൻ, ഇപ്പോൾ തൻ്റെ സഹോദരങ്ങളായിത്തീർന്ന, ദേവന്മാരായിത്തീർന്ന മരുദ്ഭിഃ സഹ ആ മരുദ്ഗണങ്ങളോടുകൂടി, താം നത്വാ അവളെ നമിച്ച്, ത്രിദിവം സ്വർഗത്തിലേക്ക് ജഗാമ പോയി. 78-ാമത്തെ ശ്ലോകം. ഏവം തേ സർവം ആഖ്യാതം യത് മാം ത്വം പരിപൃച്ഛസി മംഗളം മരുതാം ജന്മ കിം ഭൂയ കഥയാമി തേ. ത്വം മാം, അങ്ങ് എന്നോട്, യത് പരിപൃച്ഛസി യാതൊന്നിനെ പറ്റി ചോദിച്ചിരുന്നുവോ, സർവം ഏവം അത് മുഴുവൻ, ഇപ്പോൾ ഇതാ, തേ ആഖ്യാതം അങ്ങേക്കായി വിസ്തരിക്കപ്പെട്ടു. എങ്ങനെയാണ് ദിതിയിൽ നിന്ന് ദേവന്മാരുണ്ടായത് എന്നാണ് അങ്ങ് ചോദിച്ചത്. അത് ഞാൻ പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ മരുതാം ജന്മ, മരുത്തുക്കളുടെ ഉത്പത്തി കഥ മംഗളം, കേൾക്കുന്നത് മംഗളകരമത്രേ. ഭൂയഃ കിം, ഇനി എന്താണ്, തേ കഥയാമി അങ്ങ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ എന്താണ് അങ്ങേക്ക് പറഞ്ഞു തരേണ്ടത്. അപ്പോൾ കേൾക്കുന്നവരുടെ താല്പര്യമനുസരിച്ചാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അങ്ങനെ വീണ്ടും പരീക്ഷിത്തിനോട് ചോദിക്കുന്നു, അങ്ങ് ചോദിച്ചതിനുള്ള ഉത്തരം ഞാൻ തന്നു കഴിഞ്ഞു, ഇനി എന്ത് കേൾക്കാനാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് എന്ന ഈ ചോദ്യത്തോടെ 18-ാമത്തെ അധ്യായം അവസാനിക്കുന്നു. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ഷഷ്ഠസ്കന്ധേ മരുദുത്പത്തി കഥനം നാമ 18-ോ അധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.